Yo man! Guys, നമ്മൾ ഓഫ് റോഡ് ട്രിപ്പ് അതും മേജറിന്റെ വില്ലീസിന് അങ്ങനത്തെ ജീപ്പിൽ പോവാണ് സ്ട്രോബെറിയുടെ വൈൻ നമ്മുടെ അണ്ണൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. ഗായ്സ് ഊട്ടിപ്പൂ പറക്കാൻ പോട്ടെ. നീ കരുത്. അപ്പൊ നമ്മുടെ ജീപ്പ് വന്നിട്ട് ഗൈസ് നമ്മുടെ ചുള്ളാൻ അപ്പൊ നമ്മുടെ ചക്കന്റെ പേര് ദീപക്. അപ്പൊ ദീപക്കാണ് ഇന്ന് നമ്മുടെ സാരഥി. വൈറ്റ് ബേബിയാണ് ദീപകിന്റെ ജീപ്പിന്റെ. അതെ, ഞങ്ങള് നമ്മളെ പെട്ടപ്പെട്ട സ്ഥലങ്ങൾ കാണിക്കണം. പെട്ടപ്പെട്ട സ്ഥലങ്ങൾ കാണിക്കണം നീ. യോ മാൻ, ഗൈസ് നമ്മൾ ഓഫ് റോഡ് ട്രിപ്പ് അതും മേജറിന്റെ വില്ലീസിന് അങ്ങനത്തെ ജീപ്പിൽ പോവാണ്. ഏതൊക്കെ രാജ്യത്തേക്ക് ഞങ്ങൾ പോയിട്ട് പക്ഷേ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. എനിക്ക് അതിലേറെ ഇഷ്ടമായി ഗൈസ്. എന്റെ ചക്കൻ പറപ്പിക്കണ അപകട വളവ്. പാപ്പാ പറപ്പിച്ചു വിട് പാപ്പാ. ബസിന്റെ ഹോൺ. ഞാൻ പണ്ട് സ്കൂളില് പോകുമ്പോ ട്യൂഷന് പോകുമ്പോഴുള്ള ബസ്സിന്റെ ഇങ്ങനത്തെ ഹോണായിരുന്നു. ഇങ്ങനത്തെ ജീപ്പല്ല പേട്ടാ ശരിക്ക്. നമുക്ക് നമ്മുടെ കൈകറ കൊടുത്തിട്ട് ജീപ്പാക്കിയാലോ? പക്ഷെ അതെടുക്കട്ടാ. മരങ്ങളുണ്ടായിരുന്നൂല്ലേ? തീ പിടിച്ച കഴിഞ്ഞ ആഴ്ച തീ പിടിച്ചാന്ന്. കഴിഞ്ഞ ആഴ്ച കാട്ട തീ പിടിച്ചോണ്ടാണ് അവിടെ അങ്ങനെ പ്ലാന്റ് ആയിരിക്കുന്നത്. അവിടെ ഒക്കെ മരം തന്നെയായിരുന്നു. അപ്പൊ ഞാൻ കാണിച്ചോട്ടെ മലമ മരം വരുമോ? ആ പുല്ല് മൊത്തം കരിഞ്ഞാന്ന്. സ്കൂളപ്പോ അതി നിന്നെ നമുക്ക് ഇവിടെ സ്ഥലം മേടിച്ച് ഇവിടെ പഠിച്ചാൽ മതിയാ. അടുത്ത പോലെ സ്കൂൾ ഇവിടെ സത്യം നമ്മൾ ഇന്ന് അറിയാൻ പോവുകയാണ് ഗൈസ്. അല്ല, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അടങ്ങിയിരിക്കാത്ത ആദ്യം വരെ എന്തൊക്കെയോ ദീപിക്കിനോട് പറയുന്നുണ്ട്. കൂളായിട്ടിരിക്കണം. അവൻ ഓപ്പൺ ജീപ്പിലും കൂടി ആയിപ്പോഴേ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫ്ലൈറ്റ് ഇരിക്കുമ്പോ വരെ അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത അപ്പൊ ഒരെണ്ണം കയറ്റം കയറാൻ എന്റെ ബൈക്കില് ഈ ഹോൺ വെച്ചു
ദീപക് ഇത് 4x4 ആ അതാണ് 4x4 2 ഗിയറ് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വൈബുള്ള ഒരു ഡ്രൈവർ വരുന്നുണ്ട്. ചിലപ്പോ ഒന്നും മിണ്ടാത്ത വല്ല അപ്പാപ്പന്മാരെ അങ്കിളുമാരൊക്കെ ആണെങ്കിൽ ഞങ്ങള് വെട്ടുപോകും. ഞങ്ങൾ എന്ത് ഡിയോളി എന്നൊക്കെ വിചാരിക്കും. പറപ്പിക്കണം വല്ല പറപ്പിക്കൽ വേണ്ട. ജീപ്പില് പോകുമ്പോ പറപ്പിക്കണ പോലെ ഫീൽ ചെയ്യും. ഇവിടെയൊക്കെ ഓടിച്ചു പരിചയമുള്ള ആൾക്കാർക്കൊക്കെ സുഖ നമുക്ക് ഇവിടെ എവിടെ വളവെന്ന് അറിയില്ല. നമ്മള് വളക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും നേരെ വരുമ്പോ പേടിച്ച പേടി. ഈ വളവില് വേറെ വണ്ടി വരും, ഈ വളവില് വേറെ വണ്ടി വരും. ആരോ റോട്ടിലിരുന്ന് റീലെടുക്കുന്നുണ്ട്. ദീപക്കേട്ടനൊക്കെ ഇവിടുത്തെ വഴികളൊക്കെ അറിയാം. അത് കാരണം നമ്മുടെ പോലെ തൃശ്ശൂർ എങ്ങനെയായിരുന്നു അതേപോലെ മനുഷ്യരുമ്പോഴാണോ എങ്ങനെ തീ പിടിക്കണ തീ പിടിക്കണല്ലേ? ചിലപ്പം ഈ വേനൽക്കാലം ഇവിടെ ഒരു 9 മാസമായി മഴ പെയ്തിട്ട്. ഓ വേനൽക്കാലമായിട്ട് അങ്ങനെയാവൂല വീടുകള്. ഒരു കിണറുണ്ട്. അവിടെ നിന്ന് വെള്ളം ഇട്ട് ഇത് ബീൻസ് ആണ് കേട്ടോ. നമ്മള് പച്ചക്കറി ആയിട്ടില്ല. കമ്പ് കുത്തും. ഒരു 2-3 ദിവസം കഴിയുമ്പോ കമ്പ് കുത്തിരിക്കും. ആ കമ്പില് വള്ളിയായിട്ട് പിടിച്ചു വന്നിട്ടാണ് ഗായ്സ് നമ്മുടെ അവിടേക്ക് വരുന്ന ബീൻസ് ഒക്കെ കണ്ട ഇവിടെ നിന്നല്ലേ നമ്മുടെ അവിടേക്ക് വരുന്നേ. കൃഷി ചെയ്യണവര്. സത്യം പറഞ്ഞ ബീൻസിന്റെ ചെടി ആദ്യമായിട്ടാണ് ഇവിടെയാണ് കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിലേക്കും ഒക്കെ കൊടുത്തു വിടണത്. ബീൻസിന്റെ ആദ്യമായിട്ട് കാണുന്നത്. ക്യാബേജ് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കൃഷിയല്ല. ആയിട്ടില്ല. ഇത് മറ്റേ ഇവിടെ വേലിയായിട്ട് കെട്ടി വെച്ചേക്കണല്ലോ. അതിനകത്തും ഇത് തന്നെയായിരിക്കും. ഇത് വിത്തായിട്ട് വരണേ. ആ വിത്ത് അതിൽ ഇട്ടിട്ട് നനച്ചു കൊടുക്കും. അപ്പൊ 2-3 നേരമായിട്ട് വരുമ്പോ അതെടുത്തിട്ടാണ് താഴെ നടന്നത്. വിത്തായിട്ട് താഴെ ഇട്ട് കഴിഞ്ഞാൽ കുറെ വേസ്റ്റ് ആയിട്ട് അത് കാരണം ക്യാബേജും കോളിഫ്ലവറും ചാക്കില് ഞാൻ ഓരോന്ന് വെച്ച് ഉണ്ടാക്കി. കൃഷി എന്ന് പറയല്ലേ. കൃഷിയല്ല, കൃഷി എന്ന് പറയല്ലേ പ്ലീസ്. ഒരെണ്ണം ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കി. ഈ വീടുകള് നല്ല ഇഷ്ടം. മെയിൻ എന്താന്ന് വെച്ചാൽ ഇവിടെ പമ്പില്ല. അതാണ് പ്രശ്നം. പെട്രോൾ പമ്പില്ലേ? പെട്രോള് നിങ്ങള് മറ്റേ ടിന്നില് മേടിച്ചോണ്ടിരില്ലേ? അപ്പൊ ആ ഒരു ഇങ്ങനെ ബ്ലാക്കി കിട്ടും. ഇവിടെ ഈ ചേട്ടൻ കൊണ്ടുവരുന്ന ഇതാണ് അല്ലേ? അപ്പൊ ഈ ചേട്ടനാണ് നമ്മുടെ പെട്രോൾ പമ്പ് നടത്തുന്ന ചേട്ടൻ. ഇവിടെ പെട്രോൾ പമ്പ് ഇല്ലേ? ഹായ്. എന്റെ പേര് മാരിമുത്ത്. പേര് പക്ഷെ പറയുന്നത് മലയാളം കൈസ്. ഇവിടെ പെട്രോൾ പമ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവര് ഈ അങ്കിളാണ് പെട്രോൾ പമ്പ് എന്ന് പോയി ഇതൊക്കെ കളക്ട് ചെയ്ത് വരുമ്പോ ഇവിടെയുള്ള വണ്ടിക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കണം. പെട്രോളും ഡീസലൊക്കെ ചേട്ടനാണ് കൊടുക്കണം അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരോടൊക്കെ പറഞ്ഞൊരു പമ്പ് ഇത്രയും വലിയ ടൂറിസ്റ്റ് ഉള്ളതല്ല, ഒരുപാട് വണ്ടി വരുന്നതല്ലേ പമ്പിന് വേണ്ടി. ഇവിടെ വേറെ സ്ഥലത്ത് കണക്ട് ഇല്ലാത്തതുകൊണ്ട് വേറെ ട്രാവലിങ്ങിന് ആളുകൾ വരില്ല ഇവിടെ വരുന്നവരെ. അല്ല ഇവിടത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും വേണ്ടേ? ഇവിടുത്തെ ആൾക്കാർ എല്ലാരും ചിലരൊക്കെ വണ്ടി കൊണ്ടുപോയി അടിച്ചോണ്ട് വരും. അപ്പൊ അത് പോണേക്കാളും നല്ലത് ഇവിടെ നിന്ന് അടിക്കണത്. ഇത്രയധികം ജീപ്പില്ലേ ഇവിടെ? ആവശ്യം ഇനി ഞങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഒരു പമ്പ് ചെറുതുണ്ടാക്കി. അതെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് കഷ്ടപ്പാടല്ലേ? അത് നല്ലതാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിക്ക്, ട്രിവാൻഡ്രത്ത് നമ്മുടെ അവിടെ നമ്മൾ കഴുക്കൂട്ടം വരെ പോകുമ്പോ അവിടെ 2 പമ്പുള്ളൂ. പക്ഷെ അവിടെ വരെ പോകുമ്പോഴേക്കും ഇവിടെ വരെ പോണം പമ്പിലേക്ക്. മൂന്നാർ പോണം. എന്റെ അമ്മ ഭയങ്കര. അപ്പൊ ഈ വട്ടവടയിലുള്ള ഈ മൂന്നാറിലെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ആരൊക്കെയാണെങ്കിൽ ഈ ഒരു പ്ലേസിൽ ഇവർക്ക് ആവശ്യമാണ് ഒരു പമ്പ്. ഇവിടെ ആവശ്യമാണ്. കാരണം വണ്ടികൾ വന്ന് പോണതാണ്. ഇവിടെയുള്ളവരും ജീവിക്കണതല്ലേ, അവർക്കും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവൊക്കെ. അപ്പൊ ആവശ്യമാണ് ഒരു പമ്പ്. ഒരു ചെറുതാണെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വിനീതമായി നമ്മൾ അപേക്ഷിക്കുകയാണ്. ഇതേ നമ്മുടെ ഒരു
അക്ക അതെ അക്ക ടെറസിൽ നിക്കുന്നുണ്ട്. വെയിലത്ത് നിക്കാണല്ലോ തണവ് കിട്ടാണ്. ഇത് നീലക്കുറിഞ്ഞ. നീലക്കുറിഞ്ഞി പൂത്തത് നീലക്കുറിഞ്ഞിന്നൊക്കെ കേട്ടിട്ടുള്ളോ? കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. ഇത് നീലക്കുറിഞ്ഞ. നീലക്കുറിഞ്ഞി ഗായ്സ്, ഇതാണ് നീലക്കുറിഞ്ഞി. ഈ സമയമുണ്ട്. 8 വർഷത്തിന് ഒരിക്കലേ പൂക്കുള്ളൂ. സിനിമയില് കേട്ടിട്ടുണ്ട് നമ്മള് നീലക്കുറിഞ്ഞി നീലക്കൂട് അപ്പൊ നമ്മൾ അതും കണ്ടു. നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി പൂക്കുമ്പോ വരാം. അപ്പോഴേക്കും ഇവനൊക്കെ വലുതാവും, ഇവനും വലുതാവും. നീ അപ്പോഴേക്കൊക്കെ പഠിച്ച് ജോലി കിട്ടി നിന്നെ പെണ്ണിനെ കൊണ്ടുവരിക, കല്യാണൊക്കെ ഉച്ചക്ക് വരുന്നു. ഫുഡ് സാപ്പിട്ടാച്ചാ? ഇവിടെ ഇനി വീട് വീടല്ലേ? അറിയാത്ത പോലെ ഇയാളാണ് ഇവിടത്തെ മറ്റേ. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നമ്മുടെ ദീപക്കിന്റെ അച്ഛനമ്മയാണ് കേട്ടോ ഗൈസ്. അത് പറഞ്ഞില്ല. അത് ശരിയാ, ദീപക്കിന്റെ വീടാണ്. അതെ, ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി തിരുവനന്തപുരത്ത് തെക്കനമാർക്കിലാ. ഇവിടെ ഫസ്റ്റ് ടൈം ഞങ്ങൾ വരണേ. ഇതിങ്ങനെ ഈ അടുത്താണ് ഞങ്ങൾ കണ്ടത്, ഈ മൊബൈലില് കണ്ട, യൂട്യൂബില്. നമുക്കൊരു ചാനലുണ്ട്. അവനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചാനലുണ്ട്, എല്ലാം കാണിച്ച് മറ്റേ വണ്ടി മാറ്റി വിട്ടാ. ഈ വീഡിയോ വരുമ്പോ അച്ഛനമ്മക്ക് കാണിച്ചു കൊടുത്തോളൂ. അപ്പൊ നമ്മുടെ ദീപകിന്റെ വീട് ഇവിടെയാണ്. ദീപകിന്റെ ചേട്ടൻ എവിടെ പോയോ? ചേട്ടൻ ദീപകിന്റെ ചേട്ടൻ റിസോർട്ടിലാണ്. അപ്പൊ എന്തായാലും ദീപകിന്റെ ചേട്ടനും ഒരു ഹായ്. വേറൊരു വണ്ടിയാ. അപ്പൊ ഞങ്ങൾ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം. അങ്കിളിനൊരു ബൈ 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 പരി. ആദ്യമായിട്ടാ ഇങ്ങനെ ഇരിക്കുന്നേ. അതെ, ഈ ജീപ്പ് ഇഷ്ടായി. നിന്റെ അച്ഛൻ പറയണ്ടേ? അല്ല, ഇതെന്റെ അച്ഛന്റെ ഇതാണ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അപ്പൊ ഇതാരാ ചോദിക്കും അച്ഛനെന്ന് പറയുമ്പോ അച്ഛനായിട്ട് തന്നെ പറയാം നമ്മള്. ഗായ്സ്, ഇതാണ് ഇവിടത്തെ ഹോസ്പിറ്റൽ കേട്ടാ. മറ്റേ അത്യാവശ്യം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടാ അല്ലേ? ചെക്കന്റെ വണ്ടിയിൽ സാധനം കേട്ടാ. ആദ്യം ഇഷ്ടായി. അവിടെ കണ്ട കാട്ടുതീ പിടിച്ചു ഗൈസ്. കാട്ടുതീ പിടിച്ചു. അപ്പൊ ഇതാർക്ക് എടുത്താന്നും പറ്റില്ലേ? എടുത്താൻ പറ്റില്ല. ഇവിടെ റോഡ് താഴെ ഉള്ളു. അവിടെ പോയി അല്ല, അത് എടുത്താണ്ടിരുന്ന ഫോറസ്റ്റിന്റെ അടുത്ത് ബൗണ്ടറി അവിടെ വരെ പോകുള്ളൂ അല്ലേ? അവിടെ വരെ പോകുള്ളൂ. അത് അവിടെ വെച്ച് കാണുമ്പോ കാട്ടുതീ പൊളിയായിരിക്കും കാണാന്ന് മനസ്സിൽ വരച്ചുള്ളൂ. നല്ല ചൂടായിരിക്കുന്നത്. അല്ല, അവിടെ വീടൊക്കെ ഉണ്ടല്ലോടാ ഫ്രണ്ടില്. അതിന്റെ അവിടെ വീടുണ്ടല്ലോ അടുത്ത്. ഇതാണ് നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലട്ടാ. കുഞ്ചാക്കോവനൊക്കെ ഓടിയിരുന്ന സ്ഥലന്ന് പറഞ്ഞ ഇവിടെ. അതെ, അവരെ പിടിക്കുമ്പോ വെടി വെച്ചിട്ട് ആ പട്ടി കുറച്ച് ഓടി വരില്ലേ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് പാഷൻ ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിലെ പാഷൻ ഫ്രൂട്ട് അല്ല, ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട്. നമ്മുടെ അവിടത്തെ പുളി മധുരം. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് മോഹൻ. മോഹൻ. മോഹൻ.
പറഞ്ഞത് ശരിയാട്ടാ guys. രാജലക്ഷ്മി ഹോട്ടൽ. ഭയങ്കരായിട്ട് രാജലക്ഷ്മി ഹോട്ടൽ. രാജലക്ഷ്മി ഹോട്ടൽ. മധുരല്ലേ നമ്മളെ പുള്ളി ഇഷ്ടോ അതിന്നാ വെച്ചേ പാപ്പം വേണ്ടാന്ന്. വേണ്ട. ഗൈസ് നമ്മളിതാ ടോപ്പിലാണ് നിക്കണേ ഗൈസ്. അവിടെ കണ്ട ഗൈസ് കാട്ടിലേക്ക് പറന്ന് പിടിച്ചിട്ട് പൊക്ക. വേറെ ചിമ്പുക്കുട്ടൻ ചെറുത് അവിടെ ഉണ്ടായിരുന്നു, അത് ഉള്ളിൽ പോയാ കാണണേ. 1 കിലോ വേണ്ട. 1/2 കിലോ. ഗായ്സ് ഊട്ടിപ്പൂ പറിക്കാൻ പോട്ടോ അവൻ. നീ കയറിക്കോ. യോ മാൻ ഞാൻ കയറും. അതാ കമോൺ ഹീമാൻ. എന്നൊറ്റക്കാക്കല്ലേ, എന്നൊറ്റക്കാക്കല്ലേ ഗൈസ്. ഊട്ടിപ്പൂ. അതെ ഗായ്സ്, ഊട്ടിയില് പോയി എടുക്കണ പൂ നമ്മളിവിടെ ഫ്രീ ആയിട്ട് പറിക്കാൻ നമ്മുടെ ദീപക്ക് കൊടുക്കുന്നുണ്ട്. വാടൂല, വാടാത്ത പൂവാണ് ഗായ്സ്. പ്ലാസ്റ്റിക്കിന്റെ പൂ പോലെ. അതെ പൊന്നോ എങ്ങനെ കയറി വന്നേ? പൊന്നോ ഈ ഇവിടെ പൂവില്ലേ വാടാൻ മാസങ്ങൾ എടുക്കുന്നു. അതൊക്കെ എനിക്കറിയാം. ഊട്ടിപ്പൂവിന്റെ പ്രത്യേകത അതാ. ഊട്ടിപ്പൂ ഗൈസ് വേറൊരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യ മുഴുവൻ. നമ്മൾ ദുബായ്, ബാംഗ്ലൂരിലായിരുന്നു, നമ്മൾ ദുബായ് ആയിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ, കൊടൈക്കനാല്, മല, ഒരുപാട്. പക്ഷെ ഇന്ന് വരെ എനിക്ക് ചാൻസ് കിട്ടിയിട്ടും പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഊട്ടി. അതുകൊണ്ട് ഊട്ടിപ്പൂ കണ്ടിട്ടില്ലേ. പക്ഷെ അതിനുള്ള അവസരം നമ്മുടെ ദീപക്ക് ദീപക്ക് കൊറേ പറിച്ചു തരുന്നുണ്ട്. നോക്കിയല്ലേ ദീപക്ക് നടന്ന് പറയാട്ടോ. ഓ സ്കൂൾ തുറക്കുമ്പോ രാവിലെ കൊണ്ട് കൊടുത്തോ. നിനക്ക് വല്ല പെമ്പിളേരുണ്ടേ കാണിച്ചോ. ഒരു ബാങ്ക് പൊന്നെ ഇതിലോട്ട് പോലെ ആടിയും പൊട്ടിലെ പൊന്നൂന് പൂ കൊണ്ടൊരു തുലാഭാരം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിക്കുന്നത് ഇവനാണ്. ചെക്ക നാട്ടെന്ന് പറഞ്ഞ ഇത്രയും പൂവ് നമ്മൾ ഊട്ടി ചെന്ന് കഴിഞ്ഞാ പൈസ കൊടുത്തിട്ടാണ് മേടിക്കാൻ. വേറെ സാധനം കാണിച്ചോട്ടെ. പൊന്നോ വാ. ദീപക്കിന്റെ വണ്ടിയിൽ ആള് ഊട്ടിന്ന് വരുന്നില്ലേ? ദീപക് ചേട്ടന്റെ കൂടെ ഇവിടെ നിന്ന്
എല്ലാ പൂവും നടന്ന് പറക്കുന്നുണ്ട്. മടി മടി അടി പൊട്ട. അകലേക്ക് പോകാൻ പറ്റും. സെറ്റ് അത് മതി. ചേട്ടൻ ഡ്രോൺ കൊണ്ട് പടയ്ക്കാനാ നിക്കണത്. നമ്മളൊക്കെ ചാനലുണ്ട് കേട്ടാ. താടിയും പൊട്ടും പിന്നെ റീലും താടിയും പൊട്ടും ഒഫീഷ്യൽ. ആ രണ്ടിലും വരും. ഇത് എടുത്തത് ഈ ബ്രോന്റെ പേര് പറഞ്ഞിട്ടോ. നിന്റെ പേര്? താടിയും പൊട്ടും. നിന്റെ പേരെന്താ? നിന്റെ പേര്? ലച്ചു. അപ്പൊ ഈ വീഡിയോ ഡ്രോന്റെ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. ഇൻസ്റ്റാ പേജ് എടുക്കും താടിയും പൊട്ടും ഒഫീഷ്യൽ. ഇങ്ങനെ ഇരിക്കണല്ലേ കുറച്ച് റിസ്കി സ്ഥലം പേടിച്ചിട്ടിരിക്കണേ. അവിടെ നിന്ന് വരുന്നു. അവിടെ നിന്ന് വരുന്നു എന്റെ ശബ്ദം. മനിതനുള്ളവ കൊള്ള ഇത് മനിത കാതലല്ലേ, അതെയും താണ്ടി പുരിതമാനത്. ഗൈസ് നമ്മുടെ ചെക്കൻ ഡ്രോൺ ഷോട്ട് എടുക്കാൻ പോട്ടോ നമ്മുടെ. അപ്പൊ ഞങ്ങള് കേറാണ് ഗൈസ്. തിരിഞ്ഞോ പോകോ. ഒന്നുകൂടെ അടുത്തിക്കൊണ്ടിരോ. വണ്ട് വരുന്ന പോലെ ഇതിന് അപ്പൊ ഗൈസ് ഇതാണ് ചെക്കന്റെ ദീപകിന്റെ സാമ്രാജ്യം. ദീപക് ലച്ചു. ആ ദീപക് നമ്മുടെ ഡ്രൈവറാണ് നമ്മുടെ ചെക്കൻ. നമ്മുടെ വീട്ടില് ചട്ടിയിൽ വെച്ച ഭംഗിയായിരുന്നു. നമ്മള് നമ്മുടെ ജീപ്പിൽ നിന്ന് ഇറങ്ങി ആദ്യം ഉറങ്ങാൻ സമയമാണ്. ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് സ്ട്രോബെറി ഫാം. പിന്നെ അതില് സൺഫ്ലവർ ഉണ്ട്.
ആയിട്ട് നമുക്ക് നമ്മുടെ ദീപക്ക് സ്ട്രോബെറി നല്ല ഫ്രഷ് സ്ട്രോബെറി സൂപ്പർ മാർക്കറ്റിന്റെ അല്ല. സ്ട്രോബെറിയുടെ വൈൻ നമ്മുടെ അണ്ണൻ വെച്ചൊരു ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. വെച്ച് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കും. സ്ട്രോബെറി അല്ലാണ്ട് സ്ട്രോങ്ങാ. ഇത് വൈനാ, ജ്യൂസല്ല. അപ്പൊ അതേ പല ഫ്ലേവർ ചായകൾ നമ്മൾ കണ്ടിട്ട്. സ്ട്രോബെറി ടീ ഞാൻ കണ്ടിട്ടില്ല, അത് അപ്പൊ ഇവിടെ കണ്ടത്. ബാക്കിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. മസാല ടീ, ജിഞ്ചർ ടീ, പിന്നെ പല ഫ്ലേവറില് പല ക്വാളിറ്റി വ്യത്യാസത്തില് ഒക്കെ ഉള്ളതുണ്ട്. മൂന്നാർ സ്പെഷ്യൽ ടീ, സ്ട്രോബെറി ടീ ഇവിടുത്തെ സ്പെഷ്യലാണ്. നമ്മളെന്തായാലും വൈൻ വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി അവിടെ വെച്ചിട്ടുണ്ടെന്ന്. പനീനാണോ പനീന പറയാ അവിടെ? ഗ്രൂപ്പിന്റെ പനിച്ചായ അവിടുത്തെ പനിച്ചായ. സ്ട്രോബെറി ഫാമിൽ നിന്നുള്ള സ്ട്രോബെറി. യെസ്, ഒരുപാട് പേരായിട്ട് ഇപ്പോൾ അവിടെ കുറേ പേര് വന്നു. അപ്പൊ നമ്മൾ സ്ട്രോബെറി വൈനും സ്ട്രോബെറി ഫ്രഷും സ്ട്രോബെറി യെസ് ഇതെടുത്തിട്ട് റൂമിൽ പോയിരുന്ന് ഓരോന്നോരോന്നായി പെറുക്കി കഴിക്കുന്നതാണ് ഗൈസ്. വാ. ബാലൻസ് വന്നില്ലേ? അങ്ങനെ നമ്മള് ഈ ഒരു ഓരോരോ സ്ഥലങ്ങളിലെ ഓരോരോ പ്രത്യേകതകള് മൊത്തം സ്ട്രോബെറി ആട്ടാ. സത്യം പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. വട്ടവട യൂട്യൂബിൽ കാണാമല്ല, വന്ന് കണ്ടാ ചിലർക്ക് സ്ഥലം അറിയില്ല. അയ്യോ എന്റെ മോൻ വട്ടവടയിലെ എക്സ്പീരിയൻസ് ആയി തന്നെ. ചക്കൻ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ചക്കൻ മഡ് റൈസിംഗ് ആണ് അവന്റെ ഹോബി, അതാണ് അവന്റെ താല്പര്യം. അപ്പൊ നമ്മൾ കയറാൻ പോവാണ്. ഞങ്ങള് വാട്ടർഫോൾ ഉണ്ട് ഇവിടെ, അത് കാണാൻ വന്നു. കൊച്ചിന്റെ അപ്പൊ ഗൈസ് ഞങ്ങളൊക്കെ കണ്ണാട വെച്ചു. കുറച്ച് ഫ്രീക്കന്മാരായി. കണ്ണാട ഗാങ്. ആദിച്ച എന്റെ കണ്ണാടി എടുത്ത് വെച്ച ആച്ചിന് കണ്ണാട ആദിച്ച് വെച്ചില്ല. വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിന് കേട്ടോ.
ഗൈസ് ഇപ്പതേ വേറെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതേ ഈ ഇതിൽ നിന്ന് പോവാണ്. ഇവിടെ വാട്ടർഫോൾസ് കണ്ടു, കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ദേവിച്ചു ആദ്യം പോയി. അതെ വരുന്നു മമ്മി വരാപ്പോ. അതെ ചേട്ടൻ വരുന്നുണ്ട്. ദേ അപ്പൂസ് പോവാണ്, ഞാൻ പോവാണ്. ഗായ്സ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗായ്സ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നമ്മളെക്കാളും മുന്നൊരു ടീം ഉണ്ടായിരുന്നു. അവർ ഒരുപാട് സമയത്ത് അവിടെ തന്നെ അവിടെ നിന്ന് മാറുന്ന വട്ടം കാണാനില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് വെച്ചാൽ സൈഡിലുള്ള കുറച്ച് വാട്ടർഫോളൊക്കെ കണ്ട് ഇതുമൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടുത്ത ടീം വന്നു. അപ്പോൾ നമ്മൾ അവർക്ക് ശല്യം കൊടുക്കാൻ പോലെ അവർക്കും കാണണ്ടേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിനാണ് ആദ്യം കരയണത്. ഇതേ കണ്ട അവന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടേ, അത് കാരണം അവൻ അവിടെ ഇരുന്ന് കരയാ. അവൻ വെള്ളത്തിലേക്ക് ചെരുപ്പ് എറിയുക, കുടുംബം കാണിക്കുക. അവൻ ഈ വെള്ളത്തിൽ കളിക്കാനുള്ള പരിപാടികളാണ് കണ്ടില്ലേ. എൻ്റെ കെട്ടിയവൻ്റെ ദേഷ്യം വരുന്നുണ്ട് ആദ്യത്തെ കുടുംബം കണ്ടിട്ട്. ഇച്ചപ്പാ ഏയ് നീ കുറേ നേരം ഞാൻ വീഡിയോ എടുക്കാട്ടോ. ഈ ആദ്യനെ ഈ കനാലിൽ കളിക്കാനാണ് അവൻ ഇങ്ങോട്ട് വന്നത്. കണ്ടില്ലേ ഗൈസ്. സുന്ദരിയേ ഞങ്ങൾ പോവാണ്, ബായ് ഗൈസ്. അങ്ങനെ ഒരു ജാതി വൈബില്ലേ. ഞാൻ എൻ്റെ കെട്ടിയാണ് ഈ അവസരത്തിൽ കുറച്ച് സമയം റൊമാൻ വന്നോ ചോദിച്ചൊക്കെ മേടിക്കുന്നു. ഏകാന്ത ചന്ദ്രിക ഗൈസ് ദ ബീൻസ് ഉണ്ടായി നിൽക്കണ ബീൻസ് ഗൈസ്. ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നത് മാർക്കറ്റിൽ പോയിട്ട്. അപ്പുറത്ത് വേറെ സ്ട്രോബെറി തോട്ടം. ഗൈസ് അവിടെ ക്യാരറ്റാണ് ഗൈസ്. ആ ഭാഗത്തൊക്കെ കുഞ്ഞുകൾ കണ്ട കുഞ്ഞു കുഞ്ഞു ബീട്രൂട്ട് കണ്ടല്ല. ബീട്രൂട്ട് അത് ചെടീന്റെ മുകളിലല്ല, ചെടീന്റെ അടിയിലുണ്ടാവാ. ആ റൂട്ട് എന്ന് പറയുന്നത് കാബേജ്, ബീട്രൂട്ട്, പയറ്, അതുപോലെ സ്ട്രോബെറി, ക്യാരറ്റ്. എൻ്റെ അമ്മ നമ്മള് സ്പെഷ്യൽ കൊടുത്ത ചായ നാളെ. ഹൈ ഗൈസ് പൊന്നൂച്ചിന് ഒരു പൈപ്പ് പോവായിട്ട് ഉണ്ടോ ഗൈസ്. ക്രിസ്പി ഗൈസ്. നമ്മളെ ചായകള് ഓരോന്നായി ഒന്നായി ഗൈസ്. നമ്മള് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓരോന്നായിട്ട് കൊടുക്കാം. പോയിണ്ട് കേട്ടോ നമ്മളെ ചേട്ടൻ കൊടുക്കാൻ. ഇവിടെ നമ്മളെ റിസോർട്ടിൽ കിട്ടിയ ചായ അതെ. ഈ ചായപ്പൊടിക്ക് വേറെ സ്പെഷ്യൽ ടേസ്റ്റാ. സ്പെഷ്യൽ വട്ടവട ചായ. ഗൈസ് അവിടെ കണ്ടോ ഗൈസ്. ഉയ്യോ പരുന്തന്നെ കണ്ടു നമ്മളെ നോക്കണ്ട് ഗൈസ്. നോക്കണണ്ട പരുന്ത. ഹലോ
എന്താ സൈസ് കൂറ്റാൻ സാധനം ഇവിടെ ഉണ്ടിരിക്കണേ മോനെ സൗണ്ട് അനുസരിച്ച് ബഡ്ഡ സാധനം കേട്ടാ. എൻ്റെ വയറിൻ്റെ അത്ര ഉണ്ടാവും. ഗൈസ് പരുന്തിൻ്റെ ഒപ്പം ഞാൻ. അപ്പോൾ നമ്മുടെ റിസോർട്ട് എത്തി. നമ്മുടെ ജീപ്പ് ട്രക്കിങ് കഴിഞ്ഞു, എൻജോയ് ചെയ്തു. പരുന്ത ചാച്ച നോക്കി. അപ്പോൾ നമ്മുടെ ട്രക്കിങ് കഴിഞ്ഞു. വൈബ് ട്രക്കിംഗ് എന്ന് വെച്ചാൽ ജീപ്പ് അഡ്വഞ്ചറസ് റൈഡ് പൊളിയായിരുന്നു. സംഭവം വൈബായിരുന്നു, ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മോ നൈസ് എന്ന് പറഞ്ഞാൽ നൈസ് പൊളപ്പച്ചി റൈഡായിരുന്നു. നമ്മളിപ്പോൾ സഹാരി റിസോർട്ടെത്തി. നമ്മളെ ചിമ്പൻ പൊന്നോടി ചിമ്പനെ തുറന്നിട്ടുണ്ടാവും. ചിമ്പത്തൊന്നാലിൻ്റെ ഉള്ളിൽ കരിഞ്ഞിരിക്കും കൈസ്. പെപ്പറപ്പൻ അവിടെ ഇരിക്കുന്നുണ്ട് കൈസ്. യോ പെപ്പർ. ജിമ്മി അവിടെ കിടന്ന് നോക്കുന്നുണ്ട്. പെപ്പറപ്പൻ എവിടെയുണ്ട്? ചിമ്പ് ചിമ്പ അവിടെ ചിമ്പനവിടെ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെ സുരക്ഷിതരായിട്ട് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. സുരക്ഷിത മാത്രമല്ല പൊളി സ്ഥലങ്ങളും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പുകളൊക്കെ കൊണ്ടുപോയി നമ്മളെ ഫുള്ള് വൈബാക്കി നമ്മളെ ദീപക് ബ്രോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ബാക്കി നമ്മളെ ഇനി വീഡിയോയിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ദീപക്കിന് ഒരുപാട് താങ്ക്സ്. ദീപക്കിന്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് നമ്മുടെ ഇത് ഷെയർ ചെയ്യാ, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയാ. അപ്പൊ അങ്ങനെ ദീപക്കിനും പരിചയപ്പെട്ടു, ദീപക്കിന്റെ അച്ഛനെയും അമ്മേനെയും ഒക്കെ പരിചയപ്പെട്ടു, അവരുടെ ഗഡികളെയും ഒക്കെ പരിചയപ്പെട്ടു. അപ്പോ വീണ്ടും ഇനി അടുത്ത ഇതിലേക്ക് പോവാണ്. ഈ ഫുഡ് കഴിക്കണ്ട? അല്ലല്ല ഞാൻ പോയി കഴിക്കും വീട്ടിൽ പോയി. അതെ അവനെ എടുക്കാനാ പറയണ, ഒരുത്തൻ കാണിക്കാൻ ചേട്ടനെ പോലെ ഫോട്ടോ എടുക്കണം.